നമസ്കാരം. പ്രമുഖരല്ലാത്തവർ പലരും മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ പല പ്രമുഖരും ഒഴിയുകയാണ്, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മൃതി ഇറാനി, അനുരാഗ് ഠാക്കൂർ, നാരായൺ റാണെ തുടങ്ങിയ മുൻ കേന്ദ്രമന്ത്രിമാർക്ക് മൂന്നാം മന്ത്രിസഭയുടെ ഭാഗമാകാനാകില്ല. ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് 1.5 ലക്ഷത്തിലധികം വോട്ടിനാണ് സ്മൃതി ഇറാനി കോൺഗ്രസിലെ കിഷോരിലാൽ ശർമ്മയോട് തോറ്റത്. രണ്ടാം മോദി മന്ത്രിസഭയിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു അവർ. ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂരിൽ നിന്ന് ജയിച്ച അനുരാഗ് ഠാക്കൂർ മോദി മന്ത്രിസഭയിൽ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്നു. രണ്ടാം മോദി മന്ത്രിസഭയിൽ ചെറുകിട വ്യവസായ വികസന വകുപ്പ് മന്ത്രിയായിരുന്നു നാരായൺ റാണെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത്. തിരുവനന്തപുരത്ത് ശശി തരൂരിനോട് തോറ്റ രാജീവ് ചന്ദ്രശേഖറും ഇക്കുറി സർക്കാരിൽ ഇല്ല. രണ്ടാം മോദി മന്ത്രിസഭയിലെ ഭൂരിപക്ഷം മന്ത്രിമാരും തുടരുന്നുണ്ട്. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, നിതിൻ ഗഡ്കരി, മൻസുഖ് മാണ്ഡവ്യ, പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, പ്രഹ്ലാദ് ജോഷി, കിരൺ റിജ്ജു, CR പാട്ടീൽ, എൽ മുരുകൻ, ഹർദീപ് പുരി, ML ഖട്ടാർ, ശിവരാജ് സിംഗ് ചൗഹാൻ, ഗജേന്ദ്ര ഷെഖാവത്ത്, ജിതിൻ പ്രസാദ തുടങ്ങിയവർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മൂന്നാം ഊഴത്തിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കേന്ദ്രമന്ത്രിയാകാൻ തെലുങ്കുദേശം പാർട്ടിയുടെ നിയുക്ത MP രാംമോഹൻ നായിഡുവും എത്തിയിട്ടുണ്ട്. 36 വയസ്സാണ് ഇദ്ദേഹത്തിന്. ഇത് മൂന്നാം വട്ടമാണ് അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ശ്രീകാക്കുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിൽ എത്തുന്നത്. ആന്ധ്രാപ്രദേശുകാരുടെ ഏരണ്ണ എന്ന ഏരൻ നായിഡുവിൻ്റെ മകനാണ് രാംമോഹൻ നായിഡു. YSR കോൺഗ്രസ് പാർട്ടിയുടെ തിലക് പേരതയെ 3.2 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാംമോഹൻ തോൽപ്പിച്ചത്. മെയ് 3-നാണ് ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പിതാവിൻ്റെ മരണശേഷം 2012-ലാണ് രാംമോഹൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത്. 26-ാം വയസ്സിൽ ശ്രീകാകുളത്ത് നിന്ന് മത്സരിച്ച് ലോക്സഭയിലെത്തി. അച്ഛനെപ്പോലെ മകനും ചുരുങ്ങിയ കാലം കൊണ്ട് TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ വിശ്വസ്തനായി മാറി. 16-ാം ലോക്സഭയിൽ കൃഷി, മൃഗസംരക്ഷണം, റെയിൽവേ, ടൂറിസം, പിന്നാക്ക വിഭാഗക്ഷേമം എന്നീ വകുപ്പുകളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. MP എന്ന നിലയിൽ 2020-ൽ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള സൻസദ് രത്ന അവാർഡും രാംമോഹന് ലഭിച്ചിട്ടുണ്ട്. ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട 2021-ലെ ബജറ്റ് സെഷനുകളിൽ നിന്ന് പിതൃത്വ അവധിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം ലിംഗ സമത്വത്തെയും വിദ്യാഭ്യാസത്തെയും കുറിച്ചുള്ള ആരോഗ്യപരമായ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പാർലമെൻറ്റിൽ ആർത്തവ ആരോഗ്യത്തിനും ലൈംഗിക വിദ്യാഭ്യാസത്തിനും വേണ്ടി വാദിച്ച ആദ്യ MP-മാരിൽ ഒരാളാണ് രാംമോഹൻ. മാത്രമല്ല, സാനിറ്ററി നാപ്കിനുകളുടെ GST ഒഴിവാക്കുന്നതിനായി സജീവമായ പ്രവർത്തനവും രാംമോഹൻ നടത്തിയിരുന്നു. മന്ത്രിസഭയിലെ പുതുമുഖമായിട്ടാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ടാണ് രാംമോഹൻ ഇപ്പോൾ എത്തുന്നത്. സ്മൃതി ഇറാനിയുടെ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ സ്മൃതി ഇറാനിക്ക് മന്ത്രിസ്ഥാനം നൽകിയില്ല. അതിപ്പോൾ വലിയ വാർത്തയായിരിക്കുകയാണ്. അതുപോലെ തന്നെ NCPയുടെ മാറ്റവും, NCP ഈ ചടങ്ങിലൊന്നും പങ്കെടുക്കില്ല, പ്രഫുൽ പട്ടേലിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ പ്രശ്നമാകും എന്നുള്ള നിലപാടുമൊക്കെ എടുക്കുന്നുണ്ട് NCP. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. പ്രഫുൽ പട്ടേൽ കേസുകളിൽ പ്രതിയാണതുകൊണ്ടാണ് അദ്ദേഹത്തെ മന്ത്രി ആക്കാത്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. NDAയിൽ കല്ലുകടി എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളുമൊക്കെ ഈ വാർത്ത കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം 7:15-നാണ് മോദി 3 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. വകുപ്പുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്.